ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് പരിപ്പ് പായസമാണ്. നമ്മൾ ഈ ബറാത്തിൻ്റെ ഒക്കെ അന്ന് തയ്യാറാക്കാവുന്ന ഗോതമ്പ് പരിപ്പ് പായസം ഉണ്ടല്ലോ, ഒരു നൊസ്റ്റാൾജിക് ഐറ്റം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടന് നിൽക്കണം കേട്ടോ. ഇഷ്ടമായാലും ലൈക്കും ചെയ്യണം. ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിലും. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു 500 ഗ്രാം ഗോതമ്പും 1 കപ്പ് കടലപ്പരിപ്പുമാണ് ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത്. ഇത്രത്തോളം അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു 10-20-22 ആൾക്കാർക്ക് കഴിക്കാവുന്ന അത്ര പായസം ഇതിലുണ്ടാവും. അത്ര അളവിലുള്ള പായസമാണ് ഞാൻ തയ്യാറാക്കാവുന്നത്. 500 ഗ്രാം ഗോതമ്പും 1 കപ്പ് 250 ml 1 കപ്പ് കടലപ്പരിപ്പും കൂടി എടുത്തിട്ട് ഞാൻ നല്ലോണം ഒരു 3-4 വട്ടം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ കുതിർത്ത് വെക്കുന്നൊന്നുമില്ല കേട്ടോ. നേരെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് വെള്ളം ഒഴിച്ചിട്ടല്ല വേവിച്ചെടുക്കുന്നത്, പാലിലാണ്, തേങ്ങാപ്പാലാണ് വേവിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 ബോക്സ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ബോക്സ് തേങ്ങ എന്ന് പറയുന്നത് ഒരു ഫുൾ തേങ്ങയാണ്. നമ്മളൊരു തേങ്ങ മുഴുവനായിട്ടാണ് ഒരു ബോക്സ് അറിയുന്നത്. അങ്ങനത്തെ 2 തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, അങ്ങനെ 3 പാല് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തേങ്ങ മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു അര ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട്. 2 തേങ്ങയ്ക്ക് അര ഭാഗം വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ്. ഇതാണ് തമ്പാലെന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് പായസമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒഴിക്കുന്നതാണ് ഈ പാല്. അപ്പോൾ ഈ പാല് 1-ാം പാല് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ശേഷം ഞാൻ ആ തേങ്ങ തന്നെ വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് അര ഭാഗം മിക്സിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അടിച്ചിട്ടുണ്ട്. ആ പാലാണ് ഞാൻ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്, ഈ ഗോതമ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും ഈ പാല് തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഭാഗം കൂടി ഞാൻ വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ അടിച്ചു കൊടുത്തതിന് ശേഷം അതും കൂടി ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ ഗോതമ്പ് അത്യാവശ്യം കൂടുതലുണ്ടാവുമല്ലോ, അപ്പോൾ അടി പിടിക്കാണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രത്തോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. ശേഷം നമ്മൾ ഒരു 2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു മഗീൻ്റെ അര ഭാഗം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രത്തോളം വെള്ളം ചേർത്താൽ മാത്രമേ നമ്മളെ ഗോതമ്പ് അടി പിടിക്കാണ്ട് നിൽക്കുള്ളൂ. ഇനി ഒരു 6 വിസിലിന് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ശേഷം ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാം. ഞാൻ 750 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു അമ്മിക്കല്ലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം 250 ml 1 കപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 3 പീസ് ശർക്കരയാണ് കാണുമ്പോൾ, പക്ഷെ വലിയ ശർക്കരയാണ്. ഓരോ ശർക്കര അത്യാവശ്യം വലുപ്പമുണ്ട്. അങ്ങനെ 3 ശർക്കര എന്ന് പറയുന്നത് 750 ഗ്രാം ഉണ്ട്. അപ്പോൾ 750 ഗ്രാം ശർക്കര ഞാൻ ഇതിലൊഴിച്ച് 1 കപ്പും വെള്ളം ഒഴിച്ച് ഒന്ന് ഞാനത് ഉരുക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ അടിയിൽ ഗോതമ്പ് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രത്തോളം പാലും വെള്ളം ഒഴിച്ചത്. അത് അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ അത്യാവശ്യം കൂടുതൽ ഉണ്ടാവും ഗോതമ്പ്. ഇപ്പം നമ്മൾ ശർക്കര കുരുകിയതിന് ശേഷം ഞാനതൊരു അരിപ്പയിൽ അരിച്ച് മാറ്റുന്നുണ്ട്. അതിൻ്റെ പൊടികളോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഴുക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അത് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഫസ്റ്റത്തെ പാലും മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു നെല്ലറൻ്റെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 6 വിസിലിന് അടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് ഓഫാക്കി ആവി പോകുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ആവി പോക്കിയിട്ടില്ല. ആവി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് പാകത്തിലുള്ള ഗോതമ്പാണ് നമുക്കിപ്പോൾ വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇത് അടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്തുകൊണ്ട് അത്രത്തോളം നമ്മൾ പാലും കണക്കഴിച്ചുള്ള വെള്ളം ഒഴിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിലാണ് ഞാൻ പായസം തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ കുക്കറിൽ നിന്ന് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഇത് ഒരു തുള്ളി പോലും ഇത് അടി പിടിച്ചിട്ടില്ല. നമ്മൾ വെള്ളവും പാലും എന്താ വെച്ചാൽ ഇത് കുറയുമ്പോൾ നമ്മൾ ഗോതമ്പ് വല്ലാണ്ട് അടി പിടിച്ച് കരിഞ്ഞ ചൊയ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ വെള്ളവും അതിനനുസരിച്ചിട്ടുള്ള പാലും എടുത്ത്. ഇപ്പോൾ കണ്ടില്ലേ, കുക്കറിൻ്റെ അടിഭാഗം നോക്കി ഒരു തുള്ളി പോലും ഇത് അടി പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ കുക്കറിലുള്ള എല്ലാ ഗോതമ്പും പരിപ്പും ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലാണ് പായസം ഉണ്ടാക്കേണ്ടത്. ഇതിപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഉരുക്കി വെച്ചിട്ടുള്ള ഈ ശർക്കരപ്പാനി ഞാൻ മുഴുവനും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് ശർക്കരയും ഈ ഗോതമ്പും ഒന്ന് മിക്സായി കിട്ടി കഴിയണം. ഇത് നല്ലോണം ഒന്ന് ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു തവി കൊണ്ട് നമുക്ക് നല്ലോണം ഇത് മിക്സാക്കി കൊടുക്കാം. ഈ ശർക്കരൻ്റെ പാനി ഗോതമ്പിൽ മൊത്തത്തിൽ ഒന്ന് മിക്സായി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ശേഷം നോക്കിയിട്ട് മാത്രം നമുക്ക് ഇതിലേക്ക് ഇനി ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. അത് ലാസ്റ്റ് നമ്മൾ പാലും കൂടി ഒഴിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായത് ഒരു ഏകദേശം നല്ലോണം ഒന്ന് തെളിച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക്. തമ്പാലാണത്. ഈ തമ്പാൽ ലാസ്റ്റ് ഈ തമ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. തമ്പാൽ ഒഴിച്ചൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഇതൊന്നായിട്ടൊന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1.5 ടീസ്പൂണ് ഏലക്കായൻ്റെ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1 ടീസ്പൂണും ചേർത്ത് കൊടുത്ത് ശേഷം ഒരു 1/2 ടീസ്പൂണും ചേർത്ത് കൊടുത്ത് അങ്ങനെ 1.5 ടീസ്പൂണ് ഏലക്കായൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ നെല്ലറിൻ്റെ നല്ല കട്ടിയുള്ള കോക്കനട്ട് മിൽക്ക് വാങ്ങിയിരുന്നു എന്നുള്ളത്. നല്ല ക്രീമി ആയിട്ടുള്ള കട്ടിയുള്ള പലതാണ് കണ്ടില്ലേ. അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ല ഫ്ലേവറാണ്, നല്ല കട്ടിയുള്ള പാലുമാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു ടിന്ന് മുഴുവനും ഇത് 400 ml ടിന്നാണ് പാൽ, കോക്കനട്ട് മിൽക്കാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓപ്ഷനിലാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതിനെ കൊണ്ട് ഞാനത് ഒഴിച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ തമ്പാലും കൂടി ഒഴിച്ചിട്ട് പിന്നെയും നല്ല ടേസ്റ്റ് ആവുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടി തേങ്ങ അടിച്ചിട്ട് തേങ്ങാപ്പാൽ ഒന്നും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു 10-22 ആൾക്കാർക്ക് കഴിക്കാനുള്ള പായസമാണിത്. അത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചൂടായി കിട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് തുള്ളി കിട്ടണം. എന്നുവെച്ചാൽ നല്ലോണം തിളപ്പിക്കണം. നല്ലോണം തിളപ്പിച്ച് തമ്പാൽ കുടിച്ച് പിരിഞ്ഞു പോകും നമ്മളെ പായസം. അപ്പോൾ നല്ലോണം ചൂടായിട്ട് ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ചെയ്യണം. ഈ സമയമില്ലേ നമുക്കില്ലേ ഇതിലുള്ള മധുരം ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി മധുരം വേണമെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പും കൂടി മധുരത്തിൻ്റെ ആവശ്യമുണ്ട്. കറക്റ്റ് ഒരു 1/2 കപ്പ് മധുരം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ 750 ഗ്രാം ശർക്കരയല്ലേ ഇതിൽ ചേർത്തത്. അപ്പം ഈ 1/2 കപ്പും കൂടി ചേർത്തിട്ടാണ് കണക്കായിട്ടുള്ള മധുരം ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. ഉപ്പിൻ്റെ ആവശ്യം ഇനിയില്ല. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ ഗോതമ്പ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമില്ല. മധുരം കൂടി നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ശർക്കര പാനിക്ക് ഒഴിച്ച് ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കണക്കായിട്ടുള്ള മധുരമാണ്. നല്ല ടേസ്റ്റുള്ള പായസമാണ് ഇട്ടത്. നമ്മളധികം ഈ സേമിയ പായസം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങൾ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല രുചിയുള്ളൊരു പായസമാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി എപ്പോഴെങ്കിലും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തൂമിച്ച് വയ്ക്കണം. അതിനാവശ്യമായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് നല്ല നെയ്യ് ഉണ്ടല്ലോ ആ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഒന്ന് ഞാൻ വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്കിത് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ കടിക്കുന്നതിനേക്കാളും ഒന്നും കൂടി നല്ല മണം വരുന്നുണ്ട്. നല്ല തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്ത മണം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ പായസം കുടിക്കുമ്പോൾ നല്ലൊരു ഇതുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾ എന്തായാലും തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കേണ്ടേ. കാരണം വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പായസം കുടിക്കുമ്പോൾ ആ തേങ്ങാക്കൊത്തിൻ്റെ ഫ്ലേവറും ആ ഒരു സ്മെല്ലൊക്കെ പായസത്തിൽ ഉണ്ടാവും. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടേ. ഇതൊന്ന് തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ നിറമാവുന്ന സമയത്ത് ഞാൻ അതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരി ചേർത്ത് അപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. കാരണം ഓൾറെഡി ആ ഒരു ചൂടിൽ തന്നെ കിടന്നിട്ട് മുന്തിരി ബാക്കി റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്തിരി കരിഞ്ഞു പോകും. ആ ചൂടിൽ തന്നെ അതായിട്ട് ശേഷം ഇതിപ്പോൾ ലാസ്റ്റ് പായസത്തിലേക്ക് അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളെ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 500 ഗ്രാം ഗോതമ്പും 1 കപ്പ് കടലപ്പരിപ്പും ഉണ്ടെങ്കിൽ നമുക്കൊരു 10-22 ആൾക്കാർക്ക് കഴിക്കാവുന്ന പായസത്തിൻ്റെ ക്വാണ്ടിറ്റിയാണിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണ്ടേ. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഷോപ്പിലെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, ഇക്കാൻ്റെ ഷോപ്പിലെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ തയ്യാറാക്കിയത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുമായിട്ട് ഇനിയിപ്പോൾ ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെപ്പോഴും പായസം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ആദ്യം മനസ്സിൽ സേമിയ പായസമല്ലേ വിചാരിക്കാം. അപ്പോൾ അതിനൊക്കെ ഒന്ന് വേറിട്ട് എപ്പോഴെങ്കിലും ഇതേപോലെ ചെറുപയർ പരിപ്പിൻ്റെ പായസം, ഗോതമ്പ് പായസം അങ്ങനെയൊക്കെ ഒന്ന് ആക്കി നോക്കണ്ടേ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇതേമാതിരി പായസമായിട്ട് പോകാണ്ടോ. ഇവിടുന്ന് ആകെ ഒരു 10 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ, നടന്ന് പോകുന്ന ദൂരമേ ഉള്ളൂ ഇക്കാൻ്റെ ഷോപ്പിലേക്ക്. മക്കൾ ഓൾറെഡി അവിടെ വൈകുന്നേരം പോയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മക്കളെയും കൂട്ടി വരണോ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് പോവുകയാണ് ഇവിടുന്ന്. അപ്പോൾ അതപ്പോൾ എല്ലാവർക്കും അവിടുന്ന് ഇതേമാതിരി ഷോപ്പിലും അവിടുന്ന് തന്നെ ആൺകുട്ടികളെ തന്നെ എല്ലാവർക്കും അങ്ങോട്ട് സെർവ് ചെയ്യാണ്. അപ്പം ഞാനും ഈ പറഞ്ഞ മാതിരി പായസം കുടിച്ചിട്ടൊന്നുമില്ലേനു. അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് ഞാനും ഈ പറഞ്ഞ മാതിരി പായസം കുടിച്ചത്. എനിക്ക് നേരെ കിട്ടാനായിട്ട് എനിക്ക് കുടിക്കാൻ ഒഴിവ് കിട്ടിയിട്ടില്ല. ഞാൻ വേഗം ആക്കി ബോക്സിലാക്കിയിട്ട് വേഗം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയിട്ടാണ് ഞാനും പായസം കുടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കിയതിനെ കൊണ്ട് പറയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കേണ്ടി, ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി, അതുപോലെ തന്നെ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തേണ്ടി. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇനിയിപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.